നമസ്കാരം. മംഗളം ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിനി പ്രേംരാജ്. ഗസ യുദ്ധം ഇസ്രായേലിന് തീരാബാധ്യതയാകുന്നു. ഗസയിലെ ചെറുത്തുനിൽപ്പ് മൂലം പരിക്കേറ്റ് മടങ്ങുന്ന ഇസ്രായേൽ സൈനികരുടെ എണ്ണം അനുദിനം കൂടി വരികയാണ്. ഇതിൽ ഗുരുതര പരിക്കേറ്റവരുടെ എണ്ണം നിരവധിയാണ്. ഗസയിൽ വെറും 12 മണിക്കൂർ ചെലവഴിച്ചതോടെ ജീവിതം കീഴ്മേൽ മറിഞ്ഞ ആളാണ് ഇസ്രായേൽ സൈനികനായ ഇഗോർ ടുഡോറൻ. പൊടുന്നനെ ടുഡോറന്റെ ടാങ്കറിലേക്ക് മിസൈൽ പതിച്ചു. അത് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന പരിക്കിന് കാരണമായി. പരിക്ക് മൂലം ഇനി കാലുണ്ടാകില്ലെന്ന് പെട്ടെന്ന് മനസ്സിലായെന്ന് ചികിത്സിക്കുന്ന ആശുപത്രിയിലെ കട്ടിലിലിരുന്ന് അദ്ദേഹം പറഞ്ഞു. റിസർവ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആളാണ് ടുഡോറൻ. സ്വയം യുദ്ധമുഖത്തേക്ക് പോകാൻ സന്നദ്ധനായിരുന്നു. എന്നാൽ ഒക്ടോബർ 7 ഹമാസ് തിരിച്ചടിയിൽ കാൽ നഷ്ടപ്പെട്ടു. ഇനി സൈനിക ജീവിതം സാധ്യമല്ലെന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നു. മുറിവേറ്റ ഇസ്രായേലി സൈനികരുടെ പെരുകുന്ന സംഖ്യയുടെ പ്രതിനിധിയാണ് ടുഡോറൻ. ഇത്തരം ആളുകൾ യുദ്ധത്തിനെ മറിഞ്ഞിരിക്കുന്ന വൻ ബാധ്യതകളാണ്. അത് വരും വർഷങ്ങളിൽ ഇസ്രായേലിനെ ഗുരുതരമായി ബാധിച്ചേക്കും. മുറിവേറ്റവരുടെ എണ്ണം കണക്കിലെടുക്കുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ വേണ്ടവിധം പരിഗണിക്കാൻ രാജ്യം തയ്യാറാക്കുന്നില്ല എന്ന പരാതികൾ ഉയർന്നു കഴിഞ്ഞു. ഇതുപോലൊരു തീവ്ര സാഹചര്യം താൻ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് ഡിസേബിൾഡ് വെറ്ററൻസ് ഓർഗനൈസേഷൻ തലവനായ എഡാൻ ക്ലമാൻ പറഞ്ഞു. ഇസ്രായേൽ പുനരധിവസിപ്പിക്കേണ്ട പരിക്കേറ്റവരുടെ വലിയ നിരക്ക് രാജ്യത്തെ സാമ്പത്തിക സാമൂഹിക പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് ഇസ്രായേലിലെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ സിവിൽ സൈനിക ബന്ധങ്ങൾ പഠിപ്പിക്കുന്ന യാഗിൻ ലെവി പറഞ്ഞു. ഇസ്രായേലികൾ പൊതുവിൽ ഇപ്പോഴും യുദ്ധത്തിൽ സർക്കാരിനൊപ്പമാണ്. ഹമാസ് ആക്രമണങ്ങളിൽ നഷ്ടപ്പെട്ട സുരക്ഷിതത്വബോധം പുനഃസ്ഥാപിക്കുന്നതിനുള്ള അസ്തിത്വ യുദ്ധമായാണ് അവർ ഇതിനെ കാണുന്നത്. പാലസ്തീനികൾ അനുഭവിക്കുന്ന കൊടും ദുരിതങ്ങളാകട്ടെ ഇസ്രായേൽ മാധ്യമങ്ങളിൽ വാർത്തയാകുന്നുമില്ല. നിർബന്ധിത സൈനിക സേവനമുള്ള രാജ്യമാണ് ഇസ്രായേൽ. എല്ലാ വീട്ടിലും സൈന്യവുമായി ബന്ധമുള്ളവരുണ്ട്. അതുകൊണ്ട് തന്നെ സൈനികർക്കുണ്ടാകുന്ന തിരിച്ചടികൾ അവിടെ വൈകാരിക വിഷയമാണ്. കൊല്ലപ്പെട്ട സൈനികരുടെ ശവസംസ്കാര ചടങ്ങുകളിലും മറ്റൊരു ജനം കൂട്ടമായി എത്തുന്നുണ്ട്. എന്നാൽ സേവനത്തിന്റെയും അതിജീവനത്തിന്റെയും കഥകൾക്ക് ചുറ്റുമുള്ള ആരാധകർ പിന്മാറിയതിനു ശേഷം മാരക പരിക്കേറ്റവർ പുതിയ യാഥാർത്ഥ്യവുമായി പോരാടാൻ കഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഒരുങ്ങുന്നത്. യുദ്ധത്തിൽ പരിക്കേറ്റവരുടെ വലിയ എണ്ണം വരും വർഷങ്ങളിൽ ഇസ്രായേലിന് തീരാക്കണ്ണീരും ബാധ്യതയുമാകും. യുദ്ധമുഖത്ത് നിന്ന് പിന്മാറിയ ശേഷം കടുത്ത മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. പരിക്കേറ്റ സൈനികർക്ക് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാനാകും വിധമുള്ള പിന്തുണ ഉറപ്പാക്കാനായില്ല എങ്കിൽ അത് കുറ്റബോധവും നിരാശയും വരുന്ന ജനസഞ്ചയത്തെ തന്നെ സൃഷ്ടിച്ചേക്കുമെന്ന് വിദഗ്ധർ പറയുന്നു. ഗസയിലെ പ്രതിബന്ധങ്ങൾ സഹായ വിതരണത്തെ ബാധിക്കുന്നുവെന്ന് UN യുണൈറ്റഡ് നേഷൻസ്. ഗസയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയത് സഹായ വിതരണത്തെ ഗുരുതരമായി ബാധിക്കുന്നതായി ഐക്യരാഷ്ട്രസഭ മാനുഷിക കാര്യാലയം പറയുന്നു. റോഡുകളിലെ ഗതാഗതം തടഞ്ഞതും ആശയവിനിമയ സംവിധാനങ്ങൾ നശിപ്പിച്ചതും മറ്റും സഹായ ഏജൻസികളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയാണ്. എല്ലാ വെല്ലുവിളികളും ഏറ്റെടുത്ത് ഡിസംബർ 23-നും 26-നും ഇടയിൽ ഭക്ഷണപ്പൊതികൾ, ഗോതമ്പ് മാവ്, ബിസ്ക്കറ്റുകൾ, പോഷകാഹാര സപ്ലിമെന്റുകൾ എന്നിവയുമായി UN ഭക്ഷ്യ ഏജൻസി പ്രതിനിധികൾ ഗസയിലെ കുടിയിറക്കപ്പെട്ട 1,00,000-ഓളം ആളുകളിലേക്കെത്തി. ഭക്ഷ്യ ഏജൻസിയുമായി സഹകരിക്കുന്ന സംഘടനകൾ വഴി UN ഷെൽട്ടറുകൾക്ക് പുറത്തുള്ള ആയിരക്കണക്കിന് ആളുകൾക്കും സഹായം എത്തിക്കുന്നുണ്ട്. ഗസയിലെ ഡസനിലധികം ബേക്കറികളിലേക്ക് 50 ടൺ ഗോതമ്പ് മാവ് എത്തിക്കുവാനും ശ്രമം നടക്കുന്നതായി UN അധികൃതർ വ്യക്തമാക്കി. അതേസമയം പരിക്കേറ്റ സൈനികരുടെ ചികിത്സാ ചെലവുകളും അവരുടെ ജീവിതവും ഈ യുദ്ധത്തിന് ശേഷവും വലിയ ബാധ്യതയായി ഇസ്രായേലിന് മുമ്പിലുണ്ടാകും. ഇത്രയും അധികം പേർക്ക് പരിക്കേറ്റിട്ടും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ രാജ്യം ഇതുവരെ തയ്യാറായിട്ടില്ല എന്ന് ഇവർക്കായി പ്രവർത്തിക്കുന്നവർ കുറ്റപ്പെടുത്തുന്നു. ഇത്രയും തീവ്രമായ അനുഭവം മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് നോൺ പ്രോഫിറ്റ് ഡിസേബിൾഡ് വെറ്ററൻസ് ഓർഗനൈസേഷന്റെ തലവൻ ഏദൻ ക്ലൈമാൻ പറയുന്നു. സംഘർഷങ്ങളിൽ പരിക്കേറ്റവർക്കായി പ്രവർത്തിക്കുന്നവരുടെ സംഘടനയാണിത്. ഹമാസുമായുള്ള യുദ്ധത്തിൽ പരിക്കേറ്റ സൈനികരുടെ പുനരധിവാസം ഉറപ്പാക്കണമെന്ന് 1990കളുടെ തുടക്കത്തിൽ ഗാസ മുനമ്പിൽ നടന്ന ആക്രമണത്തിൽ പരിക്കേറ്റ ക്ലൈമാൻ പറഞ്ഞു. ഇസ്രായേൽ അധികൃതർ സാഹചര്യത്തിന്റെ തീവ്രത മനസ്സിലാക്കുന്നില്ല. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ഉള്ളവരടക്കം പരിക്കേറ്റവരുടെ എണ്ണം 20,000-നടുത്തെത്തും. ഇവരെ പരിചരിക്കാനായി സംഘടനയുടെ അംഗസംഖ്യ 3 ഇരട്ടിയാക്കിയെന്നും ക്ലൈമാൻ കൂട്ടിച്ചേർത്തു. ഒക്ടോബർ 7-ന് ശേഷം തങ്ങളുടെ 3000-ഓളം സുരക്ഷാ സൈനികർക്ക് പരിക്കേറ്റതാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ കണക്ക്. 167 പേർ കൊല്ലപ്പെട്ടെന്നും ഇസ്രായേൽ പറയുന്നു. എന്നാൽ ഇതിന്റെ പല മടങ്ങാണ് പരിക്കേറ്റവരുടെയും കൊല്ലപ്പെട്ടവരുടെയും എണ്ണമെന്നാണ് ഹമാസ് വ്യക്തമാക്കുന്നത്. ഇസ്രായേലിൽ പുനരധിവസിപ്പിക്കേണ്ട സൈനികരുടെ എണ്ണം വലിയ പ്രത്യാഘാതമാണ് സൃഷ്ടിക്കുക. സാമ്പത്തികമായും സാമൂഹികമായും ഇത് പ്രശ്നങ്ങൾ തീർക്കും. ഇസ്രായേൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ യാഗിൻ ലെവി പറയുന്നു. ഇസ്രായേലിൽ ഭൂരിഭാഗം പേർക്കും സൈനിക സേവനം നിർബന്ധമാണ്. അതിനാൽ തന്നെ പരിക്കേറ്റ സൈനികരുടെ ദുരവസ്ഥ രാജ്യത്ത് ഏറെ വൈകാരിക വിഷയമായി ഉയർന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട്. യുദ്ധത്തിൽ കാൽ നഷ്ടമായി ഇസ്രായേൽ സൈനികൻ ഷേമ ആശുപത്രിയിൽ ഫിസിയോതെറാപ്പിസ്റ്റിന്റെ സഹായത്തോടെ എണീറ്റ് നിൽക്കുവാൻ ശ്രമിക്കുന്നു. യുദ്ധത്തിൽ മരിച്ച സൈനികർക്ക് വലിയ യാത്രയപ്പാണ് നാട് നൽകുന്നത്. അവരുടെ പേരുകൾ വാർത്താ തലക്കെട്ടുകളിൽ നിറയുന്നു. കുടുംബങ്ങൾക്ക് സൈന്യം എല്ലാവിധ പിന്തുണയും നൽകുന്നു. എന്നാൽ പരിക്കേറ്റവരുടെ അവസ്ഥ ഇതല്ല. അവർ ജീവിതകാലം മുഴുവൻ ദുരിതം പേറി കഴിയേണ്ട ഗതികേടിലാണെന്ന് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ പറയുന്നു. പലരും ഏകാന്തവാസത്തിൽ അഭയം പ്രാപിക്കുന്നു. ഇത്രയുമധികം പേർ മരിക്കുകയും പരിക്കേൽക്കുകയും ചെയ്തിട്ട് ഇസ്രായേൽ തങ്ങളുടെ യുദ്ധത്തോടുള്ള സമീപനം മാറ്റുന്നില്ല എന്നതാണ് ഏറെ ഖേദകരമെന്ന് ഇവർ പറയുന്നത്.
ഇസ്രായേലിലെ ഏറ്റവും വലിയ ആശുപത്രിയായ ഷേബ മെഡിക്കൽ സെന്റർ യുദ്ധത്തിൽ പരിക്കേറ്റ സൈനികരെയും സാധാരണക്കാരെയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ആശുപത്രി ഈയിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സന്ദർശിച്ചിരുന്നു. നിങ്ങളാണ് യഥാർത്ഥ ധീരന്മാർ എന്നാണ് പരിക്കേറ്റ സൈനികരോട് അദ്ദേഹം പറഞ്ഞത്. അതേസമയം ഗസയിൽ ഹമാസിനോടുള്ള കരയുദ്ധത്തിൽ പരിക്കേറ്റ ഇസ്രായേൽ സൈനികർ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ കാണാൻ വിസമ്മതിച്ചു. ബുധനാഴ്ച ഹദാഷ് ആശുപത്രിയിലാണ് സംഭവമെന്ന് ഇസ്രായേലിലെ ചാനൽ 13 റിപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ ഹദാഷ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഈ സമയം മെഡിക്കൽ ഉദ്യോഗസ്ഥൻ പ്രധാനമന്ത്രിയെ കാണണോ എന്ന് ചോദിച്ചു. തീർച്ചയായും ഞാനിത് വേണ്ട എന്ന് പറഞ്ഞു. പേര് വെളിപ്പെടുത്താത്ത സൈനികൻ പറഞ്ഞു. പരിക്കേറ്റ 18 സൈനികരിൽ 15 പേരും തങ്ങളുടെ മുറിയിലേക്ക് പ്രധാനമന്ത്രി വരേണ്ട എന്ന നിലപാടാണ് എടുത്തത്. നെതന്യാഹു നയിക്കുന്ന ലിക്വിഡ് പാർട്ടിയുടെ ശക്തികേന്ദ്രമായ ജെറുസലേമിലാണ് ഞാനുള്ളത്. ഇവിടെ മാറ്റം പ്രകടമാണ്. ലിക്വിഡ് പാർട്ടിയുടെ കാലം അവസാനിക്കുകയാണെന്ന് സൈനികൻ വ്യക്തമാക്കി. അതേസമയം സംഭവം ആശുപത്രി വൃത്തങ്ങൾ നിഷേധിച്ചു. നെതന്യാഹു പരിക്കേറ്റവരുടെ അടുത്തേക്ക് വന്നു. അവർ വളരെ ആവശ്യത്തോടു കൂടിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. സമ്പൂർണ്ണ വിജയം നേടാൻ ഇസ്രായേൽ പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം പരിക്കേറ്റ സൈനികരോട് വ്യക്തമാക്കിയെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സേന പുറത്തുവിട്ട കണക്ക് പ്രകാരം ഹമാസിന്റെ ആക്രമണത്തിൽ ഇതുവരെ 164 പേർ കൊല്ലപ്പെട്ടതായിട്ടും 874 പേർക്ക് പരിക്കേറ്റതായും അറിയിച്ചിരുന്നു. ഇതിൽ 329 പേർക്ക് ഗുരുതര പരിക്കാണുള്ളത്. ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിന് ശേഷം ഇസ്രായേലിൽ നെതന്യാഹുവിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നിട്ടുള്ളത്. കൂടാതെ പരിക്കേറ്റ സൈനികർക്ക് സർക്കാർ മതിയായ പരിചരണം നൽകുന്നില്ല എന്ന വിമർശനവും ഉയരുന്നുണ്ട്. നന്ദി, നമസ്കാരം.